പ്രിയമുള്ളവരെ നമസ്കാരം. അടൂർ പീഡനങ്ങളുടെ കേന്ദ്രമായി മാറുന്നു എന്ന സംശയമാണ് വാർത്ത 24-നുള്ളത്. സംശയമല്ല, അത് സത്യം തന്നെയാണ്. കാരണം ഈ പീഡനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ അടൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രമായി നിരവധി പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 5ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി ബന്ധുവും സുഹൃത്തും പീഡിപ്പിച്ച ഒരു കേസ് നമ്മൾ പത്രമാധ്യമങ്ങളിൽ വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. ബന്ധുവായ ആളും 16-കാരനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ എറണാകുളം സ്വദേശി സുധീഷ് എന്ന വ്യക്തി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിൽ റിമാൻഡിൽ കഴിയുന്ന അവസ്ഥയുണ്ട്. അതിന് തൊട്ട് മാസങ്ങൾക്ക് മുമ്പാണ് അടൂരിൻ്റെ ഏറ്റവും പ്രമുഖമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 17-കാരി ആത്മഹത്യയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ആ കുട്ടി ഗർഭിണിയാവുന്ന വിവരം അറിയുകയും ചെയ്തത്. അതിന് തുടർന്ന് അന്വേഷണത്തിലാണ് സഹപാഠിയായ വിദ്യാർത്ഥി നിന്നാണ് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. എന്തായാലും ആ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നെ DNA പരിശോധന നടത്തുകയും എന്തായാലും ആ സഹപാഠിയായ കാമുകൻ കുറ്റം സംഭവിക്കുകയും അങ്ങനെ ജയിലിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിയും ഉണ്ടായി. അതിന് തൊട്ട് 2 മാസങ്ങൾ മുമ്പാണ് 17-കാരിയായ +2 വിദ്യാർത്ഥിയെ 9 പേർ ചേർന്ന് പീഡിപ്പിക്കുകയും അതിൽ 4 പേര് മൈനറാണ്, ബാക്കി 5 പേര് മേജറായ ആളുകളുമാണ്. അവർ ഇപ്പോൾ ശിക്ഷയുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുകയും ജയിൽ വിചാരണ നേടുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരവധിയായ മറ്റു കേസുകൾ അടൂരിലെ അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ഒരു കേസ് കണ്ടതാണ്. ആ പത്തനംതിട്ട കേസിൽ ഒരു ദളിത് വിദ്യാർത്ഥി അല്ലെങ്കിൽ ദളിത് യുവതി അല്ലെങ്കിൽ ദളിതയായ ഒരു കുട്ടിയെ ഏകദേശം 67 പേര് പീഡിപ്പിച്ചു എന്ന വലിയൊരു വാർത്ത പത്രമാധ്യമങ്ങൾ മാസങ്ങളോളം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൽ തന്നെയും പ്രതികളായ 4-5 പേർ അടൂരിൻ്റെ മേഖലയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് ഞാൻ പറയുന്ന കുറച്ച് കേസുകൾ മാത്രമാണ്. ഇപ്പോൾ ഏനാത്തും അടൂരിന് തൊട്ടടുത്ത പ്രദേശമാണ് ഏനാത്ത് സ്റ്റേഷൻ അല്ലെങ്കിൽ ഏനാത്ത് പോലീസ് സ്റ്റേഷൻ പരിധി. അത് കടപ്പനാട് സ്വദേശിയായ ഒരു കുട്ടിക്കുണ്ടായ ഒരു അനുഭവം. അത് ആ വീട്ടിലെ ആളുകൾ തമ്മിൽ അസ്വാരസ്യം മൂലം ഒരാൾ ബന്ധു വെളിയിൽ പറയുമ്പോഴാണ് അറിയുന്നത്. +2 വിദ്യാർത്ഥിയായ ഒരു കുട്ടി പ്രസവിച്ച ഒരു സംഭവം നമ്മൾ വാർത്ത കണ്ടതാണ്. അതിനും കാമുകൻ കുറ്റക്കാരനാണ്. കാമുകൻ ദിവസങ്ങളോളം ഒക്കെ ആ വീട്ടിൽ തങ്ങി എന്നൊരു ഞെട്ടിക്കുന്ന വാർത്തയും നമ്മൾ കേട്ടതാണ്. എന്തായാലും അത് വീട്ടിലെ ആളുകളുടെയും മാതാപിതാക്കളുടെയും ഒരു കുഴപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ അടൂരിൻ്റെ വിവിധ മേഖലയിൽ നടക്കുന്നത് യാതൊരു തർക്കവുമില്ല. സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ വളരെയധികം ഉന്നതിയിലിരിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് അടൂർ മേഖലയിലുള്ളത്, യാതൊരു തർക്കമില്ല. അടൂരിനെ ആളുകൾ ഇത് കേൾക്കും അടൂരിൻ്റെ ഒരു മോശകരമായ ഒരു അവസ്ഥ ചിത്രീകരിക്കുകയല്ല. പക്ഷേ അടൂർ നിരന്തരമായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, 17-കാരിയെ 9 പേർ ചേർന്ന് പീഡിപ്പിക്കുന്നു, +2-കാരിയെ 17-കാരിയെ 4 പേർ ചേർന്ന് പീഡിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു വയോധികൻ ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്ന കേസുകൾ 2023 തൊട്ട് 25 വരെ എന്ന് പരിശോധിക്കുമ്പോൾ നിരവധി കേസുകളാണ്. ഈ കേസുകൾ 16ഉം 18ഉം 21ഉം 3 വർഷം 3 തവണ ജീവപര്യന്തം ശിക്ഷിച്ച നിരവധിയായ പോക്സോ കേസുകളും അടൂരിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അടൂരിലെ ആളുകൾക്ക്? അടൂരിൽ മാത്രമല്ല പീഡനങ്ങൾ നടക്കുന്നത്, പക്ഷേ അടൂരിൽ ഈ പോക്സോ പീഡനങ്ങളുടെ നിരക്ക് വളരെ കൂടുതലാണെന്നാണ് പത്രമാധ്യമങ്ങളിലെ ആളുകളുമായി ഞങ്ങൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് വളരെ ഗൗരവതരമായി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അടൂർ മേഖലയിലെ ആളുകൾ. കാരണം അടൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രൈവറ്റ് മാനേജ്മെൻറ്റിലെ മേധാവികൾ, അടൂർ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അതിൻ്റെ മേധാവികൾ, അതുപോലെ PTA അംഗങ്ങൾ, നമ്മുടെ സമൂഹത്തിലെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ അല്ലെങ്കിൽ PTA ഒക്കെ ഇത്തരം വിഷയങ്ങൾ ഗൗരവപരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? കുട്ടികൾക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വികലമായ ലൈംഗികതയിലേക്ക് നമ്മുടെ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നത് എങ്ങനെയാണ്? ഇതിന് കാരണക്കാരൻ ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായി പഠിക്കുവാനും അതിന് പരിഹാരം കാണുവാൻ നമ്മുടെ സമൂഹം തയ്യാറായില്ല എങ്കിൽ വലിയ വിപത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുമെന്നത് യാതൊരുക്കുമില്ല. ലൈംഗിക ദാരിദ്ര്യം അല്ലെങ്കിൽ ലൈംഗികമായ വികലത എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ ലൈംഗികമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നതിനെപ്പറ്റി കൃത്യമായി പഠനം നടത്തുവാൻ തയ്യാറാണ്. നമ്മുടെ ജീവിതം തന്നെ വളരെയധികം ഫാസ്റ്റായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുവാൻ മാതാപിതാക്കൾ കഴിയുന്നില്ല. രാവിലെ ബസ്സിന് കയറി അല്ലെങ്കിൽ സ്കൂൾ ബസ്സിന് കയറി 8 മണിക്കും 9 മണിക്കും ഒക്കെ സ്കൂളിലേക്ക് വരുന്ന, വൈകുന്നേരം 5 മണിക്കും 6 മണിക്കും ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മക്കളെ ശ്രദ്ധിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാവുന്നത് അവരുടെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ ബാഗുകൾ പരിശോധിക്കുവാനോ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാനോ ഒന്നും കഴിയുന്നില്ല. അതുകൂടെ തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം മൊബൈൽ ഫോണുകളുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോണുകളിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ വിഷയമുണ്ടാകുന്നത്. ഇൻസ്റ്റഗ്രാം വഴിയുള്ള പ്രണയങ്ങൾ, ഇത് ഏറ്റവും കൂടുതൽ പോക്സോ കേസിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ വിഷയങ്ങളിലും ഇൻസ്റ്റാഗ്രാം ഒരു വില്ലനായി മാറുകയും ഇൻസ്റ്റാഗ്രാമിൽ കൂടിയുള്ള പരിചയം പിന്നീട് ആ പരിചയവും സൗഹൃദവും മറ്റു രീതിയിലേക്ക് കടക്കുകയും അത് പിന്നെ മറ്റു തരത്തിലേക്ക് മോശകരമായ രീതിയിലേക്ക്
+2 വിദ്യാർത്ഥികളും 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും 15, 16, 17 വയസ്സുള്ള കുട്ടികൾ ഇത്തരത്തിലേക്ക് പോകുന്നു. മയക്കുമരുന്ന് MDMA ഒക്കെ നമ്മുടെ നാട്ടിൽ പിടിമുറക്കുന്നതിനൊപ്പം തന്നെയാണ് ഈ ലൈംഗികമായ വികലതയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവപരമായി ചിന്തിക്കണം. ഈ വിഷയത്തിൽ അടൂർ പോലീസും അതുപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അടക്കമുള്ള ആളുകൾ കൃത്യമായ രീതിയിൽ ഈ ഇടപെട്ടുകൊണ്ട് ഇത്തരം കേസുകൾ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും. പല കുട്ടികളും കൗൺസിലിങ്ങുമായി ചൈൽഡ് വെൽഫെയറിൻ്റെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവരോട് പറയുന്നത്. അപ്പോൾ അവർ വരെ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളെ വേണ്ട രീതിയിൽ പരിപാലിക്കുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അവർക്ക് സ്നേഹങ്ങൾ കൊടുക്കുന്നില്ല, അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം കാണാൻ അല്ലെങ്കിൽ ഉത്തരം കാര്യങ്ങൾ മാതാവിനോടോ പിതാവിനോ തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ നമ്മുടെ അടൂരും അത് സംഭവിക്കുന്നുണ്ട്. അടൂരിൽ ഇത്തരം പോക്സോ കേസുകൾ നിരക്ക് അനുദിനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. എന്തായാലും അടൂരിലെ പ്രബുദ്ധമായ സമൂഹം സാംസ്കാരികമായ വലിയ ഔന്നത്യത്തിലുള്ള സമൂഹമാണ്. നിരവധിയായ കലാകാരന്മാരെ സംഭാവന ചെയ്ത, നിരവധി സാംസ്കാരിക നായകന്മാരെ കൈകാര്യം സംഭാവന ചെയ്തിട്ടുള്ള, നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള, വളരെയധികം സാംസ്കാരികമായ ഔന്നത്യം പുലർത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് അടൂർ. ആ അടൂരിന് ഇത്തരത്തിലുള്ള കേസുകൾ അപമാനം തന്നെയാണ്. അപ്പോൾ അടൂരിൻ്റെ സാംസ്കാരിക, സാമൂഹിക, വിദ്യാഭ്യാസ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും ആളുകൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനും നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ആ കുട്ടികൾ ഇങ്ങനെ വഴിപിഴച്ചു പോകാനുള്ള കാരണം എന്താണെന്നുള്ള സൊല്യൂഷൻ കൊടുക്കുവാനും അടൂരിൻ്റെ എല്ലാ സ്കൂളുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുവാനും അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാനും ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം അവർക്ക് ഉറപ്പുവരുത്തുവാനും നമുക്ക് കഴിയണമെന്ന് മാത്രമാണ് വാർത്ത 24 പറയാനുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കാതിരിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അവരെ കൈപിടിച്ച് അവർക്ക് തെറ്റുകളെ മനസ്സിലാക്കി മുന്നോട്ട് നയിക്കേണ്ട സമൂഹമാണ് നമ്മളെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ അടൂരിൻ്റെ ജനതയ്ക്ക് കഴിയട്ടെ, അടൂരിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.